Good afternoon. Okay, നമ്മള് ഈ പേജിൽ 2 പാരഗ്രാഫ് അല്ലേ നമ്മൾ എടുക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് മുതൽ നമ്മൾ എടുത്തു തുടങ്ങണം അല്ലെ. ഓക്കെ, നോക്കാട്ടോ. All government healthcare institutions under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image by which are spared from the paying application fee and are made eligible for the service from image at the subsidiary date. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞോല്ലേ, ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോമെഡിക്കൽ ഡിസ്പോസൽ പ്ലാൻസ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്താണ് ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു നോമിനൽ ഫീ, മന്ത്ലി നോമിനൽ ഫീ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താണ് പാലക്കാടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇമേജ്. അത് കമ്മീഷൻ ചെയ്തത് 14th December 2003 സക്സസ്ഫുള്ളി വർക്കിംഗ് ആയത് January 2004 എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇനി ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എന്താണ് ദിനം പ്രതി വേസ്റ്റുകൾ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. ദിനം പ്രതി വേസ്റ്റുകൾ 24 hours എന്താണ് കുറെ വേസ്റ്റുകൾ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ദിനപ്രതി. അപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്താണ് കുറെ കാര്യങ്ങള് അവർക്ക് എന്താണ് സബ്സിഡിയറി നിരക്കില് അതിന് സബ്സിഡിയറീസ് കൊടുക്കുന്നുണ്ട്, സബ്സിഡി. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇങ്ങനെയുള്ള ഫീ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കേണ്ടത്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ് നോക്കിയേ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. On one average about 55.8 tons of biomedical waste arrives at the image plant daily, of which 30.5 tons are incinerable waste, 19 tons autoclavable waste, 5 tons are bottles, 0.7 tons is scraps and metals, sharps and metals, 0.6 tons is discarded medicines. This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. എന്താ പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് ലൈക്ക് ഇമേജ് പ്ലാന്റിലേക്ക് ഡെയിലി വരുന്നത് എത്രയാണ്, എത്ര ടണ്ണാണ്? 55.8 ടണ്ണാണ് ദിനം പ്രതി ബയോമെഡിക്കൽ വേസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ പ്ലാന്റിലേക്ക് വരുന്നത്. ഇനി അതിന് ഈ 55.8 എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് എത്ര വേസ്റ്റുകളായിട്ടാണ് ഉള്ളതാണ് കേട്ടോ. 30.5 ടൺ എന്ന് പറയുന്നത് ഇൻസിനറബിൾ വേസ്റ്റ് ആണ്. അതുപോലെ 19 ടൺ ഓട്ടോക്ലേവബിൾ വേസ്റ്റ് ആണ്. 5 ടൺ എന്ന് പറയുന്നത് ബോട്ടിൽസ് ആണ്. 0.7 ടൺസ് എന്ന് പറയുന്നത് ഷാർപ്സ് ആൻഡ് മെറ്റൽസ് ആണ്. 0.6 എന്ന് പറയുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ ആണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി എന്താ പറയുന്നത്, ദിസ് വേസ്റ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഓൾ 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് അക്രോസ് ദി state of Kerala within 24 hours of its generation. എന്താണ്
ഈ 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സില് എന്താണ് കേരളത്തിലുടനീളമുള്ള 13,000 പ്ലസ് ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നുള്ള 24 അവേഴ്സിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഇമേജിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ് പറയുന്നത്. 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുള്ള വേസ്റ്റുകൾ ദിനം പ്രതി 24 അവേഴ്സിനുള്ളിൽ ദിനം പ്രതി ഈ പ്ലാന്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ സിമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് ജസ്റ്റ് അവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം സിമ്പിൾസ്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്, നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്താണ് എൻഷുർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് അവിടെ 4 പോയിന്റുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കാം. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് training programs for all category of persons concerning BMW. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അവർക്ക് എന്ത് ചെയ്യണം? അവയർനെസ് ക്ലാസ്സുകളായാലും ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നമ്മൾ നൽകിയിരിക്കണം. അത് കറക്റ്റ് ആയിട്ട് നൽകുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രെയിനിങ് ഹാസ് ടു ബി given in suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്. ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ, ആ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയെ അവിടെ രൂപീകരിക്കുകയും വേണം. ദിസ് കമ്മിറ്റി ഷുഡ് ബി ലയബിൾ ഫോർ മേക്കിംഗ് എ ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഫോർ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് സൂപ്പർവിഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇനി ഈ കമ്മിറ്റിനെ രൂപീകരിക്കണം എന്ന് പറഞ്ഞല്ലേ, ഈ കമ്മിറ്റിക്ക് എന്താണ് ബാധ്യത? ലയബിൾ എന്ന് പറഞ്ഞാൽ ബാധ്യത അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ എടുക്കണം അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ എടുക്കുക. അതുപോലെ തന്നെ അത് സൂപ്പർവൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആ കമ്മിറ്റിയാണ്. പിന്നെ എന്താ? The yearly reports accident needed as required under BMW rules should be submitted to the concerned authority is in keeping BMW rules format. അപ്പൊ ആ റൂൾസ് വെച്ചിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇയർലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം കൺസേൺഡ് അതോറിറ്റിക്ക് ഇയർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം കൊടുക്കാനായിട്ട്. ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാം. അതെന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ എടുക്കണം അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ എടുക്കാം. അത് സൂപ്പർവൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ആ കമ്മിറ്റി എന്ത് ചെയ്യണം? ഇയർലി അല്ലെ ആ റിപ്പോർട്ട് കൺസേൺഡ് അതോറിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എന്തൊക്കെയാണ്? As far as possible, purchase of reusable items made of glass and metal should be promoted. എന്താണ് നമുക്ക് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക്
റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേസ്റ്റ് വരുന്നില്ല അല്ലെ, പിന്നെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണ്, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്താ, എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറഞ്ഞേ, നമ്മള് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് റീയൂസബിൾ ഐറ്റംസ്. ഒന്ന് എക്സാമ്പിൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തേ. ഇനി എന്താ, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. എന്താണ് PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൈലി കെമിക്കൽ പാർട്ടിക്കിൾസ് ഉള്ള ഐറ്റംസ് ആണ്. എന്തെന്ന്, കെമിക്കലി അല്ലെ, ഹൈലി കെമിക്കൽ പാർട്ടിക്കിൾസ് ഉള്ള ഐറ്റംസ് ആണ് PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ അതൊരു ജസ്റ്റ് ഒരു എന്താണ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോങ് ലൈഫ് നമ്മുടെ അവിടെ തന്നെ അത് കിടക്കും. ഓക്കെ, അതൊക്കെ എന്താണ് എൻവയോൺമെന്റിൽ നമുക്ക് അതൊരു എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇനി നോൺ PVC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള PVC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസുകളാണ് യൂസ് ചെയ്യേണ്ടത്. അഡോപ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് ഫോർ ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്താ പറയുന്നത്, അഡോപ്റ്റ് ചെയ്യുക അല്ലെ, വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എസ്റ്റാബ്ലിഷ് effective and sound recycling policy for plastic recycling and contact with the authorized manufacturers. എന്താണ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റീവ് പോളിസീസ് കൊണ്ടുവരികയും പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി പറയാം. ലാസ്റ്റ് പോയിന്റ്, പ്ലാസ്റ്റിക് റീസൈക്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി. തന്നെ എടുത്ത കാര്യങ്ങള് മെഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് 2 പാരഗ്രാഫ്, ഇമേജിന്റെ ലാസ്റ്റ് 2 പാരഗ്രാഫ് കൂടി ഒന്ന് വായിച്ചു നോക്കാം.
അയച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് മെഡിക്കൽ ടെർമിനോളജി ആയിരുന്നു. ഞാനും വന്ദനമിസും കൂടി കൂടിയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എടുത്ത് തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. വന്ദനമിസ് ഫിസിക്സ് ഇത്ര വരെയാണല്ലേ, 18 വരെയാണ് എടുത്തത് അല്ലേ. ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 19 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 19 നോക്കാം. ബ്രാഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡള്ള് എന്ന് പറഞ്ഞാൽ എന്താ? മുഷിഞ്ഞ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 20 നോക്കാം. ക്യാൽക്ക് കേട്ടോ, ക്യാൽക്ക്. സ്റ്റോൺ ഹീല്. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. ഹീൽ എന്ന് പറഞ്ഞാല് എന്താണ്? ഉപ്പുകുറ്റി എന്ന് പറയില്ലേ, നമ്മുടെ കാലിന്റെ അടിഭാഗം. ഓക്കെ, ഇനി എന്താ? കാർഡിയോ ബിലോങ്ങിങ് ടു ഹാർട്ട്. അറിയാലോ, കാർഡിയോളജി എന്നൊക്കെ പറയാറുണ്ടല്ലേ നമ്മള്. കാർഡിയോ ബിലോങ്ങിങ് ടു ഹാർട്ട്. ഇനി എന്താ? സെഫാലോ ബിലോങ്ങിങ് ടു ഹെഡ്. ഓക്കെ, സെഫാലോ ബിലോങ്ങിങ് ടു ഹെഡുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, കാർഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെഫാലോ എന്ന് പറഞ്ഞാല് ഹെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്താ? സെറിബ്രോ എന്ന് പറഞ്ഞാലോ ബിലോങ്ങിങ് ടു സെറിബ്രം, എ പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെ. എന്താണ്? സെറിബ്രം അല്ലെ, തലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് സെറിബ്രോ എന്ന് പറഞ്ഞാല്. ഇനി എന്താ? കെർവിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോങ്ങിങ് ടു നെക്ക്. ഓക്കെ, യൂട്രെയിൻ കെർവിക്സ്. ഓക്കെ, അപ്പോ കെർവിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭാശയം. ഓക്കെ, ബിലോങ്ങിങ് ടു നെക്കുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ യൂട്രെയിൻ കെർവിക്സ്, ഗർഭാശയം എന്നാണ് അതിന് മീനിങ് വരുന്നത് കേട്ടോ. ഇനി എന്താ? കോളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബിലോങ്ങിങ് ടു മെയിൽ ഓർ ഗേൾ. ഓക്കെ, മെയിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പിത്തരസം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഹെൽത്ത് എന്താ, ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബെയില്, ബ്ലാക്ക് ബെയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോങ്ങിങ് ടു ബെയിൽ, പിത്തരസമാണ് ബെയിൽ എന്ന് പറഞ്ഞാൽ, പിത്തരസവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി എന്താണ്? കോൺട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. ഓക്കെ, കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുണാസ്ഥി കേട്ടോ, തരുണാസ്ഥി. കാർട്ടിലേജ് മീൻസ് തരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം. സർക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ഓൾ സൈഡ്സ് എബൌട്ട് അല്ലെ. ഓൺ ഓൾ സൈഡ്സ് എബൌട്ട് എന്താണ്? എല്ലാ വശങ്ങളും. എബൌട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം. ഇനി നെക്സ്റ്റ് എന്താ?
കോൺട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അറിയാലോ, എതിരെ ഓപ്പോസിറ്റ് എന്ന് പറയാറുണ്ട്. ഇനി എന്താ കോസ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലോങ്ങിങ് ടു റിബ് എന്ന് പറഞ്ഞാൽ എന്താ വാരിയല് അല്ലെ, വാരിയലുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് സയാനോ എന്ന് പറഞ്ഞാല് ബ്ലൂ, ഇതിന്റെ മീനിങ് ആണ് ബ്ലൂ. സിസ്റ്റോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ബ്ലാഡർ അല്ലെ, റിലേറ്റിംഗ് ടു ബ്ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രസഞ്ചി. ഇനി എന്താ സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താ റിലേറ്റിംഗ് ടു എ സെല്ല് അല്ലെ, സെല്ലുമായിട്ട് കോശമായിട്ട് ബന്ധപ്പെട്ടത്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ഫ്രം, താഴേക്ക്. ഓക്കെ, ഡെർമറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെർമറ്റോളജി പറയാറുണ്ടല്ലേ നമ്മള്, റിലേറ്റിംഗ് ടു ദ സ്കിൻ അല്ലെ, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈം ഡബിൾ. ഓക്കെ, 2 ടൈം 2 തവണ, അല്ലെങ്കിൽ എന്താണ് ഇരട്ടി, ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി പറയാറുണ്ട്. ഡയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ കംപ്ലീറ്റ്ലി, ഇതാണ് വഴി അല്ലെങ്കിൽ പൂർണ്ണമായി, കംപ്ലീറ്റ് ആക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇനി എന്താ ഡിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടഫ് അല്ലെ, കഠിനമായിട്ടുള്ള. പിന്നെന്താ അഗോണൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള വേദന അല്ലെ, കഠിനമായിട്ട് വൈദ്യവേദന വരുന്നു അല്ലെ, നമ്മൾ പറയാറുണ്ട് അല്ലെ ഭയങ്കര. അപ്പൊ എന്താണ് കഠിനമായ വേദന, അതിനെയാണ് നമ്മള് അഗോണൈസിങ് എന്ന് പറയുന്നത്. അബ്നോർമൽ അല്ലെ, എന്താണ് അസാധാരണ, നോർമൽ മീൻസ് അസാധാരണ. ഇനി എന്താ എക്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഔട്ട് ഫ്രം, പുറത്ത് നിന്ന്. എക്ടോ മീൻസ് ഔട്ട് ഫ്രം, പുറത്ത് നിന്ന്. പിന്നെ എന്താണ് ഇലക്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. എൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ്, അകത്ത്, എൻറ്ററോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ഇന്റൻസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടലുമായിട്ട് ബന്ധപ്പെട്ടത്, റിലേറ്റ് ചെയ്യപ്പെട്ടതിനെയാണ് എൻറ്ററോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എപ്പി എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൺ അല്ലെങ്കിൽ ഓൺ അല്ലെ, അപ്പോൺ എന്ന് പറഞ്ഞാല് മുകളില്, ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമീപം. ഓക്കെ, അപ്പോ 19 മുതൽ 42 വരെ നമ്മൾ പറഞ്ഞു. ഇനി മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. 23 സെറിബ്രോ, 28 കോൺട്രാ, 31 സിസ്റ്റോ, 32 സൈറ്റോ, 34 ഡെർമറ്റോ, 39 ഇലക്ട്രോ, 41 എൻറ്ററോ. ഒന്നുകൂടി നമ്പേഴ്സ് പറയാം. 23, 28, 31, 32, 34, 39, 41. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്പേഴ്സിന്റെ കാര്യത്തില്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞ മിസ്സേ. 20. ഓക്കെ, 1 മിനിറ്റ് ഞാനൊന്ന് അൺമ്യൂട്ട് ആക്കട്ടെ, ചിലപ്പോ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, 23, 28, 31, 32, 34, 39, 41. കിട്ടിയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജ് നോക്കാം. 43 തൊട്ട് 65 വരെയുള്ള ഫിസിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. എറിത്രോ 43 ആണ്. എറിത്രോ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എന്താണ് എറിത്രോസൈറ്റ്. ഓക്കെ, എറിത്രോസൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBCയുടെ രാസനാമമാണ് കേട്ടോ. ചുവന്ന രക്താണുക്കളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചുവന്ന രക്താണുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതാണ് കേട്ടോ. ഓക്കെ, എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBCയുടെ രാസനാമമാണ്. ഓക്കെ, അപ്പൊ എറിത്രോ റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്. ഇനി എന്താണ് EU? EU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ. എന്താണ് ക്വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ശാന്തം, അല്ലെ? ശാന്തമായ, ശാന്തം. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്. യൂഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ, അല്ലെ? യൂഷ്വൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി എന്താ? എക്സോ. എക്സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം എന്നാണ് മീനിങ് വരുന്നത്. പുറം. ഇനി എക്സ്ട്രാ. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ, അല്ലെ? എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പുറം. ഇൻ അഡീഷൻ ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഇൻ അഡീഷൻ ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് പുറമേ. ഇൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ പുറമേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഗ്യാസ്ട്രോ, അല്ലെ? ഗ്യാസ്ട്രോ. എന്താണ് ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാല്? റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക്. റിലേറ്റിംഗ് ടു ദ സ്റ്റൊമക്ക്, വയറുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താ? ഗ്ലൈക്കോ. ഗ്ലൈക്കോജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഗ്ലൈക്കോ. ഷുഗർ. എന്റെ മീനിങ് ആണ് ഷുഗർ. പിന്നെന്താ? ഗൈനക്കോ. ഗൈനക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഫീമെയിൽസിന്റെ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഗൈനക്കോ, ഗൈനക്കോളജി പറയാറുണ്ട്, അല്ലെ? റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഹെമറ്റോ. ഹെമറ്റോ, അല്ലെ? ഹെമറ്റോളജി പറയാറുണ്ട്. റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമി. ഹെമി എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ്, പകുതി. ഹെമോ. ഹെമോ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്. ഇനി എന്താ? ഹെപ്പാറ്റോ. ഹെപ്പാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റിംഗ് ടു ദ ലിവർ, അല്ലെ? കരളുമായിട്ട് ബന്ധപ്പെട്ടത്. ഹെക്ടർ നമ്മൾ പറയാറുണ്ട്. ഹെക്ടർ അത് വാരിയസ്, മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധ. വാരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ. ഇനി എന്താ? ഹോം. HOM, ഹോം. ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സമാനം, അല്ലെ? ഐഡന്റിക്കൽ മീൻസ് സമാനം. ഇനി എന്താ? ഹൈഡ്രോ. ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ആണ്. ഹൈപ്പർ എന്താണ്? ഓവർ. സൂപ്പർഫ്ലൂവസ്. സൂപ്പർഫ്ലൂവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ എന്ന് പറഞ്ഞാൽ അമിത അല്ലെങ്കിൽ അമിതമായ. ഇനി എന്താ? ഹൈപ്പോ. ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അണ്ടർ. ഇൻസഫിഷ്യന്റ്. അണ്ടർ താഴെ, അല്ലെ? ഇൻസഫിഷ്യന്റ് കുറവായ. കുറവ്, കുറവായ. ഓക്കെ. ഇനി എന്താണ്? ഹിസ്റ്ററോ. ഹിസ്റ്ററോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ദ യൂട്രസ്, ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു യൂട്രസ്, ഗർഭപാത്രവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇൻഫ്ര എന്താണ്? ബെനീത്ത്, ഫർദർ, ഓൺ, എക്സെട്ര, അല്ലെ? എന്താണ് ബെനീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴേ. ഓക്കെ, ഫർദർ, ഓൺ കൂടുതൽ, താഴെ എന്നൊക്കെ പറയാം. കീഴേ, താഴെ. ഓക്കെ. ഇനി എന്താണ്? ഇന്റർ. ഇന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ മിഡിൽ ഓഫ്. എന്താണ്? നടുവിൽ. മിഡിൽ എന്ന് പറഞ്ഞാല് നടുവിലാണ്. ഇൻട്ര. ഇൻട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ്, അല്ലെ? അകത്ത്. ഇൻസൈഡ്, അകത്ത്. ISO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ. ഈക്വൽ, തുല്യം പറയാറുണ്ട്. ഈക്വൽ, തുല്യമായ, തുല്യം. എന്താ? ലാക്ട്രോ. ലാക്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ്, അല്ലെ? വശം, ഒരു സൈഡ്, ഒരു വശം എന്നൊക്കെ പറയാറുണ്ട് നമ്മള്. ഇനി നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് വൺ ആണ് ലൂക്കോ. ലൂക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ലൂക്കോസൈറ്റ്, WBC, അല്ലെ? ഓക്കെ, റിലേറ്റിംഗ് ടു വൈറ്റ് ഓർ ലൂക്കോസൈറ്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ പേജിൽ വരുന്നത്. ഓക്കെ, ഇനി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. 47
47 gastro. 47 gastro. 48 glyco. 48. 49 gyneco. 49 gyneco. 50 hemato. 50 hemato. 52 hemo. 52 hemo. 53 hepato. 53 hepato. 56 hydro. 56 hydro. 57 hyper. 57 hyper. 58 hypo. 58 hypo. 58 hypo. Last one 65. 65 leuco. 65 leuco. ഒന്നുകൂടി പറയാം കേട്ടോ, നമ്പേഴ്സ് ഒന്നുകൂടി പറയാം. 47, 48, 49, 50, 52, 53, 56, 57, 58, 65. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കിട്ടിയോ? ഒന്നുകൂടി നമ്പർ പറയാം, കിട്ടാത്തവർക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഓക്കെ, 47, 48, 49, 50, 52, 53, 56, 57, 58, 65. ഓക്കെ, വായിച്ചു നോക്കിയേ. മാർക്ക് ചെയ്ത് തരുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ.
പഠിച്ചു കഴിഞ്ഞോ ഹരിത? ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. 66 മുതൽ നമ്മള് 90 വരെയുള്ളതാണ് നോക്കാൻ പോകുന്നത്. 66 നോക്കാം. ലീത്തോ, ലീത്തോ റിലേറ്റിംഗ് ടു സ്റ്റോൺ. ഓക്കെ, സ്റ്റോണുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത് ലീത്തോ. മാക്രോ, മാക്രോ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് കേട്ടോ. അവിടെ കൊടുത്തിരിക്കുന്നത് HY എന്നാണ്, HUGE. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ സ്ക്രീനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ആക്കാം. നമ്മുടെ PDF കറക്റ്റ് ആണോ? ഹ്യൂജിന് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? ലാർജ് എന്നാണോ? ലാർജ് ആണ്. ഓക്കെ ഓക്കെ, ഹ്യൂജ് അല്ലെങ്കിൽ ലാർജ്. ഓക്കെ ഓക്കെ, ലാർജ് എന്നാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, അത് മതി, അത് മതി. ഇനി എന്താണ് മാൽ? മാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാഡ് ഓർ അൺയൂഷ്വൽ. ഇനി എന്താ മെഡി? മെഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ, മിഡിൽ, മെഡി മീൻസ് മിഡിൽ. മെഗ, ഹ്യൂജ്, അതും ഹ്യൂജ് തന്നെയാണ് കേട്ടോ, ഹ്യൂജ്. മെലാൻ, നെക്സ്റ്റ് ആണ് മെലാൻ. ബ്ലാക്ക്, മെലാൻ മീൻസ് ബ്ലാക്ക്. ഇനി മെനിഞ്ചോ, മെനിഞ്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു എ മെംബ്രെയിൻ. മെനിഞ്ചസ് നമ്മുടെ തലച്ചോറിലുള്ള ഒരു ആവരണമുണ്ട്. മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയാണ്, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് മെനിഞ്ചോ എന്ന് പറയുന്നത്. ഓക്കെ, മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മസ്തിഷ്ക രോഗം. ഓക്കെ, അപ്പോ തലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള ഒരു ആവരണം, അതുമായിട്ട് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ തൊലി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ തലയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആവരണവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് മെനിഞ്ചോ എന്ന് പറയുന്നത്. ഇനി മൈക്രോ, മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈനി, സ്മോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ടൈനി. മോണോ, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ, സിംഗിൾ, വൺ അല്ലെ, സിംഗിൾ. ഇനി എന്താ മൈലോ? മൈലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അല്ലെ, റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബോൺ മാരോ. സ്പൈനൽ കോഡ് അറിയാലോ, അപ്പോ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താണ് മയോ? റിലേറ്റിംഗ് ടു മസിൽ, റിലേറ്റിംഗ് ടു മസിൽ. നാസോ, നാസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു നോസ്, നോസുമായിട്ട് ബന്ധപ്പെട്ടത്. മയോ എന്ന് പറഞ്ഞാല് മസിലുമായിട്ട് ബന്ധപ്പെട്ടത്. നിയോ, ന്യൂ. ഓക്കെ, ഇനി എന്താ നെഫ്രോ? നെഫ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു കിഡ്നി അല്ലെ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെഫ്രോ. ന്യൂറോ അല്ലെ, ന്യൂറോ ICU എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, അറിയാറില്ലേ? ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അവിടെ കിട്ടിയിട്ടുണ്ടാവും ന്യൂറോ അല്ലെ. ഓക്കെ, അപ്പോ ന്യൂറോ എന്താണ്? റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോ എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് നോക്ട്? നോക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ്. ഇനി എന്താ ഒലിഗോ? ഒലിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈനി ലാക്കിംഗ് ഡെഫിഷ്യന്റ്. എന്താണ് ടൈനി ലാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുറവ്. ഡെഫിഷ്യന്റ്, ഡെഫിഷ്യൻസി എന്നൊക്കെ പറയാറുണ്ടല്ലേ, കുറവ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി എന്താണ് ഫുറോ? ഫുറോ, ഫുറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ടു നെർവസ് സിസ്റ്റം, ആ നാഡി വ്യവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി എന്താണ് ഒഫ്താൽമോ? ഒഫ്താൽമോ റിലേറ്റിംഗ് ടു ദ ഐ അല്ലെ, ഐയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഒഫ്താൽമോ എന്ന് പറയുന്നത്. ഓർക്കിഡോ? ഓർക്കിഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്. ഓക്കെ, ഇനി അതിന്റെ മൂന്ന് രീതിയിലും മൂന്നും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മീനിങ്. ഓർക്കിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. ഓരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ്. ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓർത്തോ. ഓർത്തോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലെങ്കിൽ എന്താ? ഓർത്തോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്. നോർമൽ, ഡയറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട്. നോർമൽ എന്ന് പറഞ്ഞാല് സാധാരണമായ. ഓസ്റ്റിയോ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിലേറ്റിംഗ് ടു ബോൺ. എന്താണ്? ഈ ബോണുമായിട്ട് എല്ലുമായിട്ട് ബന്ധപ്പെട്ടത്. ഓട്ടോ, ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റിലേറ്റിംഗ് ടു ഇയർ, റിലേറ്റിംഗ് ടു ഇയർ. ഓക്കെ, ഇനി അതിന്റെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു തരാം, മാർക്ക് ചെയ്തു തരാം.
ഓർത്ത് വെക്കുക കേട്ടോ. എടുക്കാം, മാർക്ക് ചെയ്തോളൂ കേട്ടോ. 67 മാക്രോ ലാർജ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മാക്രോ 70 മെഗാ ഹ്യൂജ് 70 മെഗാ 71 മെലാൻ ബ്ലാക്ക് എന്നുള്ള മീനിങ് ആണ്. 71 മെലാൻ 73 മൈക്രോ ടൈനി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. 73 മൈക്രോ 79 നെഫ്രോ 79 നെഫ്രോ 80 ന്യൂറോ 80 ന്യൂറോ 84 ophthalmo relating to the eye. Ophthalmo 88 ortho direct or normal എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓർത്തോ നമ്പർ ഒന്നുകൂടിയും പറയാം. 67 70 71 73 79 80 84 88. ഓക്കെ, ഒന്നുകൂടി നമ്പർ പറയാം. 67 70 71 73 79 80 84 88. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്ര വരെ എടുക്കുന്നുള്ളൂ മിസ്. ഇത്ര വരെയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ടെസ്റ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃഷണവുമായിട്ട് ബന്ധപ്പെട്ടത്. അതെ, തൻസി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കൂടി പറയാം. 67 70 71 73 79 80 84 88. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോ ടെർമിനോളജിയിൽ ഇങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ഓരോ പേജും മാർക്ക് ചെയ്ത് തരുന്നത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇപ്പൊ തുടങ്ങി പഠിച്ചു തുടങ്ങാം കേട്ടോ. റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടൈം കിട്ടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, കിട്ടുന്ന ടൈം നിങ്ങളും കുടിമക്കളൊക്കെ ഉണ്ടാവുന്ന അറിയാം. അപ്പൊ അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങാം കേട്ടോ. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എല്ലാം കൂടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറയുന്നത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.